എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വെറും 10 മിനിറ്റ് മതി കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. സവാളയും തക്കാളിയും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളിയും അതുപോലെ തന്നെ 2 സവാള എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഈ കറിയിലേക്ക് എടുക്കുമ്പം നല്ല മൂത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണം. നല്ല പുളിയുള്ള തക്കാളി ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഈ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുക്കുന്നത് നീളത്തിലാണ്. തീരെ അങ്ങോട്ട് ഖനം കുറഞ്ഞ് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വഴറ്റിയിട്ട് വേവിച്ചിട്ടൊക്കെ എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുൻപും ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, വറുത്ത് ചാലിച്ചത്. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമുക്കിനി ഈ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കണ്ടില്ലേ, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടില്ല, ഒരു 1.5 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് തക്കാളി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് തക്കാളിയുടെയും സവാളയുടെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വെളിച്ചെണ്ണ ഉള്ള ഭാഗത്തേക്കൊന്നും നമ്മൾ തക്കാളി നീക്കി വെച്ച് കൊടുക്കുക വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പാകമാണ്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ എല്ലാം ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിനകത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കുമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഞാൻ ആ പാൻ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തുള്ളൂ, ഒരു 1/2 ടേബിൾ സ്പൂൺ. ചൂടായി വന്നതിന് ശേഷം ചേർത്ത് കൊടുത്ത ചെറിയ ജീരകമാണ്, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതുപോലെ നമ്മുടെ കറിവേപ്പില ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ആ ഒരു പാകമാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് മാറിയിട്ട് നമുക്കൊരു ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആ കളറൊന്ന് മാറി വരുമല്ലോ നമ്മൾ വഴറ്റി കൊടുക്കുമ്പം, ആ ഒരു രീതിയിൽ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുക വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സവാള വഴണ്ടി കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇപ്പം വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പച്ചമുളക് സവാള ചേർക്കുമ്പോൾ തന്നെ ചേർക്കാം, ഞാനത് വിട്ടുപോയി. ഒരെണ്ണം അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അത് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സവാള ഒന്ന് നീക്കി ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി അല്ല, സാധാരണ മുളക് പൊടി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികൾ മൂന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യാച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല പൊടികൾ. പിന്നെ മൺചട്ടിക്കകത്തായതുകൊണ്ട് പെട്ടെന്ന് അത് മൂത്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ സവാളയും കൂടി കൂട്ടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 2 സെക്കൻഡെങ്കിലും നന്നായിട്ട് ഈ സവാളയും കൂട്ടിയിട്ട് ആ പൊടികളൊക്കെ സവാളയിലേക്ക് ഒന്ന് ഇറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ സവാള ഒന്നും കൂടി നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. പൊടികളുടെ ആ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി പേസ്റ്റ്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഉണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് അരച്ച് ഇങ്ങനെ ഒരു കറി തയ്യാറാക്കി നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്.
സാധാരണ നമ്മൾ തക്കാളി ഡയറക്റ്റ് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുന്ന കറീനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. കുറേ സമയമൊന്നും എടുക്കില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ഈ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതാ ഒന്ന് വഴറ്റി കൊടുക്കുക, 1 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ എന്താ തക്കാളി അരച്ച ആ ഒരു പാത്രത്തിനകത്തേക്ക് തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തത്. തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് കറി കുറച്ച് ചാറോടുകൂടി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പൊക്കെ ഇപ്പം നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകമായിരുന്നു. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ദാ ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് മതിയാവും, അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ട. കാരണം തക്കാളിയും അതുപോലെ സവാളയൊക്കെ വഴറ്റി നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ അടപ്പൊന്ന് തുറന്നു നോക്കി. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായമാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവൻ കായ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൽ താഴെ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ശർക്കര. ആ എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സാമ്പാറിനും അതുപോലെ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശർക്കര ചേർത്ത് കൊടുത്താൽ കറിക്ക് രുചി അല്പം കൂടും. അപ്പോൾ ഇത് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, വേണച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതാ നമ്മുടെ കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തും കൂടി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി സവാളയും കൊണ്ടുള്ള കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് കഴിയുമ്പം നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടും കേട്ടോ. മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ വീടുകളിൽ തയ്യാറാക്കി എടുക്കാറുള്ളതാണല്ലേ. അപ്പോൾ സൈഡ് ഡിഷായിട്ട് ചട്നി സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇനിതാ തക്കാളി സവാളയും മാത്രം വെച്ചിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കി നോക്കൂ, തയ്യാറാക്കാത്തവർ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുതേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്തു കൊടുക്കണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്